എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങളെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. യേശു തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ പത്രോസ്ലീഹ അവനെ മാറ്റി നിർത്തി പറയുന്നു, ഗുരു, നിനക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് സുവിശേഷം ഇതിലൂടെ നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നത്. അതിലുള്ള 1, 2, 3 കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 4-ാമത്തെ ചിന്തയാണ് പങ്കുവയ്ക്കുന്നത്. അത് തിന്മയെ പ്രതിരോധിക്കുവാനുള്ള ഏക മാർഗം കുരിശാണ്. തിന്മയെ പ്രതിരോധിക്കുവാനുള്ള ഏക മാർഗം കുരിശാണ്. മർക്കോസിന്റെ സുവിശേഷം 8:34 ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇതാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ഒരു വാക്യം പറയുന്നത്? കാരണം കുരിശെടുക്കാത്ത ക്രിസ്ത്യാനിയെ വീഴ്ത്തുവാൻ വളരെ എളുപ്പമാണ്. കുരിശെടുക്കാത്ത ക്രിസ്ത്യാനിയെ വീഴ്ത്തുവാൻ വളരെ എളുപ്പമാണ്. ആർക്ക്? തിന്മയുടെ ശക്തിയായ സാത്താൻ. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. കുരിശെടുക്കാത്ത പത്രോസ്, കുരിശെടുത്ത പത്രോസ്. ഇപ്പോൾ ഒരേ പത്രോസ് 2 രീതിയിലാണ് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്. ഒന്ന്, കുരിശെടുക്കാത്ത പത്രോസ്. കുരിശെടുക്കാത്ത പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. അവൻ പറയുന്നു, ഞാൻ അവനെ അറിയുകയില്ല, ഞാൻ യേശുവിനെ അറിയുകയില്ല എന്ന് പറയുന്നു. കുരിശെടുത്ത ഒരു പത്രോസിനെ നമ്മൾ കാണുന്നു. ആ പത്രോസാണ് യേശുവിന് വേണ്ടി കുരിശിൽ തലകീഴായി മരിച്ചത്. ഇപ്പോൾ കുരിശെടുത്ത പത്രോസ്, കുരിശെടുക്കാത്ത പത്രോസ്, ഈ 2 ചിന്തകൾ നോക്കുമ്പോൾ 2 വലിയ അന്തരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഭയമാണ്. എന്തിന്? കുരിശിനെ നമുക്ക് ഭയമാണ്. സത്യത്തിൽ നമ്മൾ കുരിശിനെ കുറിച്ച് കേൾക്കുന്നു, കുരിശിനെ കുറിച്ച് പറയുന്നു, പക്ഷെ സത്യത്തിൽ നമുക്ക് ഒരു ഭയമാണ് കുരിശ് എന്ന് കേൾക്കുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? ഞാൻ കുരിശെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തം സംഭവിക്കുമോ? എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ഭയമാണ് ഈ കുരിശെടുക്കുവാൻ നമ്മളെ വിസമ്മതിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ വലിയ ഭക്തനൊന്നുമല്ല, ഞാൻ പള്ളിയിൽ പോകും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ബാക്കിയുള്ള വലിയ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല. കാരണം കൂടുതൽ ദൈവവുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പണി കിട്ടുമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ പണി എന്ന് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തമുണ്ടാകും. അപ്പോൾ അതൊക്കെ എന്തിനാണ്? നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഒതുങ്ങിയങ്ങ് പോയാൽ പോരെ? ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് ജീവിച്ചുകൊണ്ട് വെറുതെ പണി മേടിച്ചു കൂട്ടണമോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നോട് പറയുകയാണ്, നല്ലവർക്കെന്നും, നന്മ ചെയ്യുന്നവർക്കെന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്. മറ്റുള്ളവർക്ക് പാരവെക്കുന്നവർക്ക്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർക്ക്, മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഈ ദൈവവുമായിട്ട്, സുവിശേഷവുമായി കൂടുതൽ അങ്ങ് അടുത്ത് നിൽക്കുന്നത് ഞാനങ്ങ് നിർത്തിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊരു രീതിയിലാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് പല രീതിയിൽ നിനക്ക് പ്രതിരോധിക്കാം. നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി പല രീതിയിൽ നിനക്ക് പൊരുതി നിൽക്കാം. പക്ഷേ തിന്മയെ പ്രതിരോധിക്കണമെങ്കിൽ
ഏക ആയുധം ക്രിസ്തു നൽകുന്ന കുരിശാണ്. ആ കുരിശെടുക്കുവാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിലെ തിന്മയെ നിനക്ക് പ്രതിരോധിക്കുവാൻ കഴിയുമെന്ന് സുവിശേഷത്തിലൂടെ ക്രിസ്തു നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ക്രിസ്തുവിനെ പിൻചൊല്ലുവാൻ ചെറിയ കുരിശുകൾ നമ്മളും എടുക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മളെ ഒരിക്കലും ദുഃഖത്തിലോ ദുരിതത്തിലോ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും നയിക്കുകയില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള തിന്മയുടെ ശക്തിയെ പ്രതിരോധിക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ക്രിസ്തു നൽകുന്ന ഈ ഒരു കുരിശ്. അല്ലാതെ നമ്മൾ ഭയപ്പെടുന്നത് പോലെ, മറ്റുള്ളവർ പറയുന്നത് പോലെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും, വലിയ ദുഃഖങ്ങളുണ്ടാകും, വലിയ രോഗങ്ങളിൽ നീ അകപ്പെടും എന്നൊക്കെ പറയുന്നത് അത് ക്രിസ്തു നൽകുന്ന സുവിശേഷം നമ്മളോട് പറയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള തിന്മയുടെ ശക്തിയെ ചെറുക്കുവാൻ ക്രിസ്തു നൽകുന്ന കുരിശ്, ക്രിസ്തുവിൻ്റെ കുരിശ്, അതിനെ മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.